തിരൂരങ്ങാടി വാപ്പുസ്താദിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഞാൻ മദീനയിലേക്ക് പോവുകയാണ്, ഉംറയും ഉദ്ദേശമുണ്ട്, സിയാറത്തും ഉംറയും ഉദ്ദേശിച്ചിട്ട് പോരുകയാണ്, ദ്വാരക്കണം എന്ന് പറഞ്ഞപ്പോൾ തിരൂരങ്ങാടി വാപ്പുസ്താദ് പറഞ്ഞല്ലോ, ആ എനിക്കും ദ്വാരക്കണം. പിന്നെ മദീനയിൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് എൻ്റെ ഒരു സലാം പറയണം. സലാം പറയണം കേട്ടോ. എന്നെ അറിയും പറഞ്ഞാൽ മതി. എന്നെ അറിയും. അറിയോ? നമ്മളെയൊക്കെ അറിയോ? അങ്ങനെ അറിഞ്ഞാൽ വമൻ ദഖലഹു കാന ആമിന. നമ്മളെ നമ്പർ, നമ്മുടെ പേര് അവിടുത്തെ ഹൃദയത്തിൽ സേവ് ആണെങ്കിൽ കാന ആമിന, പിന്നെ നിരകില്ല. കാരണം സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്തിട്ട് തിരിച്ച് തങ്ങൾ വരും. എന്തിന്? ആ പേര് സേവുള്ള എല്ലാവരും പാടെ സ്വർഗത്തിൽ കൺഫേം ചെയ്തതിന് ശേഷം പിന്നെ രണ്ടാമത് സ്വർഗത്തിൽ പോകുള്ളൂ. വമൻ ദഖലഹു കാന ആമിന. അവിടുത്തെ ഹൃദയത്തിൽ ഒരിടം കിട്ടണം. അതിനാണ് വിസ്വാൽ എന്ന് പറയുന്നത്. ഒരാൾക്ക് വിസ്വാൽ ലഭിക്കണമെങ്കിൽ, നബിതങ്ങളുമായിട്ടുള്ള സ്പെഷ്യൽ കോണ്ടാക്റ്റ് ലഭിക്കണമെങ്കിൽ ഉള്ള കണ്ടീഷൻ അവിടുത്തെ തഖല്ലുക്ക് ഉണ്ടാവണം. അവിടുത്തെ സ്വഭാവം പഠിച്ച് അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. ഒരാൾക്ക് തഖല്ലുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായ ഹുബ്ബ് ഉണ്ടാവണം. ഒരാൾക്ക് ആത്മാർത്ഥമായ ഹുബ്ബ് ഉണ്ടാവണമെങ്കിൽ അയാൾ സ്വലാത്ത് കൂടുതൽ ചൊല്ലണം. ഒരാൾക്ക് സ്വലാത്ത് കൂടുതൽ ചൊല്ലാൻ തോന്നണമെങ്കിൽ ഉള്ള് പുറം ആയിട്ട് ഉള്ള് നല്ല ശുദ്ധി വേണം. പുറത്തറിഞ്ഞാൽ വഷളാവുന്ന തെറ്റ് രഹസ്യ ജീവിതത്തിലുണ്ടെങ്കിൽ അവിടുത്തെ ശഫാഅത്ത് കിട്ടൽ ബുദ്ധിമുട്ടാണ് എന്ന് ഷഹറാനി ഇമാം ലവാഖി അൻവാറുൽ ഖുദ്സിയ ഫിൽ ഉഹൂദിൽ മുഹമ്മദിയ എന്ന കിതാബിൽ എഴുതി വെക്കുന്നു. ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വിസ്വാൽ ഉണ്ടാവാൻ, സ്പെഷ്യൽ ബന്ധം ഉണ്ടാവാൻ തഖല്ലുക്ക് വേണം. തഖല്ലഖു ബി അഖ്ലാഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിശദീകരണം ജീലാനി ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശറഹു സ്വലാത്തി സുഗ്റ എന്ന കിതാബിൽ കാണാം. തഖല്ലുക്ക് ഉണ്ടാവണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കണം. ഹാഫിള് അലാ സുനനിൻ വആദാബിൻ അതത് മഅ്സൂറതൻ അൻ ഖൈരി മൻ ജാ മുർസല ഇദ് ലാ ദലീല അലാ ത്വരീഖി ഇലൽ ഇലാഹ് ഇല്ലാ മുതാബഅത റസൂലിൽ മുക്മില في حاله وفعاله ومقاله فتتبعا وتابعا لا تعولا. അവിടുത്തെ പഠിച്ചാലേ നടക്കാനും ഇരിക്കാനും അവിടുത്തെ സ്വഭാവത്തെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പഠിക്കാറില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഈ റബീഉൽ അവ്വൽ വന്നിട്ട് എത്ര പുസ്തകങ്ങൾ, കിതാബുകൾ മുത്താല ചെയ്യാൻ, വായിക്കാൻ നമ്മൾ തീരുമാനിച്ചു. ഈ അടുത്ത് നടന്ന BKF-ൽ ബുഖാരി നോളജ് ഫെസ്റ്റിൽ ഫാറൂഖ് നഈം ഉസ്താദ് എന്ന അഭിവന്യ ഗുരുവിനോട് ചോദിച്ചു, എല്ലാ ദിവസവും മഹബ്ബ ടീറ്റ് എഴുതാറുണ്ടല്ലോ? ഉണ്ട്. 1000 ദിവസം പിന്നിട്ടു. ഭാഷകൾ 5 ഉണ്ടല്ലോ? ഉണ്ട്. ഈ ശിഷ്യന്മാരെ കൊണ്ട് എഴുതിപ്പിക്കുന്നതാണോ? ഒരക്ഷരം പോലും ഒരു ശിഷ്യനെ കൊണ്ട് എഴുതിപ്പിക്കണില്ല, ഞാനും തന്നെ എഴുതണത് എന്ന് പറഞ്ഞാൽ 1000 ദിവസത്തിന് മേലെയായി നഈം ഉസ്താദിൻ്റെ തലയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആലോചനകൾ കടന്നു പോകുന്നു. ഏറ്റവും കൂടുതൽ ഉസ്താദ് അതിനെ അവലംബിക്കാറുള്ള ഗ്രന്ഥം യൂസുഫ് സ്വാലിഹി ഷാമി റഹിമഹുള്ളയുടെ സുബുലുൽ ഹുദാ വർ റഷാദ് എന്ന കിതാബാണ്. എന്താണ് ആ കിതാബിൻ്റെ പ്രത്യേകത? 1000 കിതാബ് മുഴുവൻ നോക്കിയിട്ടാണ് സുബുലുൽ ഹുദാ വർ റഷാദ് എന്ന ഗ്രന്ഥം യൂസുഫ് സ്വാലിഹി ഷാമി തങ്ങൾ എഴുതി വെച്ചത്. അവർക്ക് റസൂലുള്ളാഹിൻ്റെ അടുത്ത് പോകുമ്പോൾ ധൈര്യമുണ്ട് കയ്യിൽ. നമുക്ക് എന്തുണ്ട്? ഒരു മങ്കൂസ് മൗലിദിൻ്റെ അർത്ഥമെങ്കിലും ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചാൽ അതിനൊരു രസമുണ്ട് പറയാൻ. തിരുവസന്തം 1500 എന്നൊക്കെ. ഇല്ലെങ്കിൽ അക്ഷരങ്ങളിൽ ഒതുങ്ങിപ്പോവും. യൂസുഫ് നബഹാനി റഹിമഹുള്ളയുടെ വസായിലുൽ വുസൂൽ ഇലാ ശമാഇലിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബ് വ്യാഖ്യാനിച്ചുകൊണ്ട് മുൻതഹസ്സൂൽ എന്ന കിതാബ് എഴുതാൻ വേണ്ടി ആ മുസന്നിഫ് 25 കൊല്ലാണ് ആ ഒറ്റ കിതാബ് എഴുതാൻ വേണ്ടി പണിയെടുത്തത്. 25 കൊല്ലം. ആകെ ആ കിതാബ് 4 വള്ളിയേ ഉള്ളൂ. ദാറുൽ മിൻഹാജ് പ്രസിദ്ധീകരിക്കുന്ന ഗ്രന്ഥമാണത്. അത് എഴുതി പൂർത്തിയാക്കാൻ 25 കൊല്ലം. 2500 കൊല്ലത്തിൻ്റെ കനമുണ്ട് ആ ഗ്രന്ഥത്തിൻ്റെ പേജുകളിൽ. നബിതങ്ങളെക്കുറിച്ച് ഗ്രന്ഥങ്ങളില്ലാതെ പോയിട്ടൊന്നുമില്ല. നബിതങ്ങളുടെ ചിരിയെക്കുറിച്ച് ഒരു കിതാബുണ്ട്, ലഹ്ഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ മുസന്നിഫിന് വേറൊരു കിതാബുണ്ട്, തബസ്സുമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിൻ്റെ പുഞ്ചിരിയും മുത്തുനബി ചുണ്ട് പൂട്ടിയാൽ കിതാബ്, തുറന്നാൽ കിതാബ്. നബിതങ്ങളുടെ വാഹനത്തിൻ്റെ പിന്നിലിരുന്ന റദീഫുമാരെ കുറിച്ച് പറയാൻ 42 സ്വഹാബിമാരുണ്ട്. അങ്ങനെ അവരെ കുറിച്ച് പറയാൻ ഒരു കിതാബുണ്ട്. ആ കിതാബ് എഴുതാനുള്ള പ്രമേയം എന്താ? മുത്തുനബിയോട് ചേർന്ന് നിന്ന യാത്ര ചെയ്തവർ എന്നതാണ്.
അതിൻ്റെ പ്രമേയം. കണ്ടോ? നമ്മൾ പഠിക്കുന്നുണ്ടോ? ഒന്ന് പഠിക്കൂ കൂട്ടുകാരെ, പഠിക്കൂ. അറിയുമ്പോഴേ തങ്ങൾ ആരാണെന്ന് ബോധ്യമാവുള്ളൂ. അറിയുമ്പോഴേ തങ്ങൾ ആരാണെന്ന് ബോധ്യമാവുള്ളൂ. 5 വിശേഷണങ്ങൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്ന് തന്നെ പറഞ്ഞ് തീർക്കാൻ കഴിയില്ലെന്ന് നമുക്ക് ബോധ്യമുണ്ട്. ഔസാഫുഹു മാ യന്തഹി തഅദാദുഹ, കൗണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ എന്ന് പറയുന്നത്. എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് ആർക്കും അറിയില്ല. ചില മഹാന്മാർ കവികളായിട്ട് പോലും അവർ കവിതകൾ എഴുതാറില്ല മദ്ഹിൽ. എന്തുകൊണ്ട്? എന്തായാലും പൂർത്തിയാക്കാൻ കഴിയാത്തത് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു ആശ്ചര്യം. ചിലർ എഴുതുമ്പോൾ തന്നെ അവർ തോൽവി സമ്മതിച്ചിട്ട് പേന മുട്ടുമടക്കിയിട്ട് വെക്കും. എന്നിട്ട് അവർ പറയും ഔസാഫുഹുമായി എണ്ണിത്തീർക്കാൻ പറ്റുമെന്ന വിചാരത്തിൽ എഴുതിയതൊന്നുമല്ല, ബർക്കത്ത് മാത്രം ഉദ്ദേശിച്ചിട്ട് എഴുതിയതാണ്. ഫൽമദ്ഹു യക്സുറാൻ ബുലൂഉൽ മഖ്സദി, ലക്ഷ്യത്തിൽ എവിടെയും എത്തിയിട്ടില്ലെന്ന് ബോധ്യമുണ്ട്. കാരണം കാനഹുൽഖുൽ ഖുർആൻ, ഖുർആനാണ് അവിടുത്തെ സ്വഭാവം. ലോകത്തെ മുഴുവൻ കടലിലെ വെള്ളം മഷിയാക്കിയിട്ട് ഈ മരക്കൊമ്പുകളെല്ലാം പേനയാക്കിയാലും ലനഫിദൽ ബഹ്റു, ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് കടൽ വറ്റിപ്പോകും. ഒരു കടലല്ല, കടലുകൾ വറ്റിപ്പോകും. അപ്പോൾ കാനഹുൽഖുൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവത്തെ എഴുതിയാലും വറ്റിപ്പോകും, തോറ്റുപോകും. മുത്തുനബി ആരാണെന്ന് മനസ്സിലാവില്ല. സ്വഭാവത്തിൻ്റെ സൗന്ദര്യത്തിലേക്ക് കടന്നു വന്നാൽ ശരീര സൗന്ദര്യമാണോ കൂടുതൽ, അല്ല സ്വഭാവത്തിനാണോ ഭംഗി കൂടുതൽ എന്ന് നമ്മളിങ്ങനെ ആശ്ചര്യപ്പെട്ടു പോകും. 7 ആകാശത്തിൻ്റെ അപ്പുറത്ത് പോയിട്ട് അർശും ലൗഹും കുർസിയും കണ്ടിട്ട് വന്ന നേതാവ് വീട്ടിലെത്തിയിട്ട് ആയിഷ ബീവിക്ക് അടുക്കള പണിയിൽ ആടിനെ കറന്നു കൊടുക്കുക കുത്തിയിരുന്നിട്ട്. മെഹ്റാജിന്റെ രാത്രിയിൽ മസ്ജിദുൽ അഖ്സയിൽ 70 അമ്പിയാക്കൾ അഥവാ മൂസ നബി, ഈസ നബി, ഇബ്രാഹിം നബി അലൈഹിമുസ്സലാത്തു വസ്സലാം അവരടങ്ങുന്ന ഒരു സമൂഹത്തിന് ഇമാമത്ത് നിന്ന് ലോക രാജാവ് വീട്ടിലേക്ക് വന്നുള്ള യാത്രകളിലൊക്കെ സൊഫിയ ബീവി എന്ന ചെറിയ മഹദി, നീളം കുറഞ്ഞ മഹദിയാണ് സൊഫിയ ബീവി. ആ മഹദി കൊട്ടകത്തിൻ്റെ മേലെ കയറാൻ കഴിയാത്തതുകൊണ്ട് കാല് നീട്ടിയിട്ട് മടക്കി വെച്ചിട്ട് ഇത് നിൻ്റെ സ്റ്റെപ്പ് ലാഡറാണ് അഥവാ കോണിപ്പടിയാണ്, കയറിക്കോളി എന്ന് പറഞ്ഞിട്ട് ഭാര്യയെ വാഹനത്തിലേക്ക് കയറ്റാൻ വേണ്ടി കാല് കോണിപ്പടിയാക്കി കൊടുത്ത ഒരു നേതാവ്. അള്ളാനെ കണ്ട നേതാവ് അടുക്കള പണിയിൽ പാത്രം കഴുകി കൊടുക്കുകയാണ്. നിങ്ങളാലോചിക്കുക, വീട്ടിലേക്ക് കയറുമ്പോൾ മൊത്തം കോട്ട് ഖാലിയുടെ മുദരിസിൻ്റെ പോസ്റ്റ്, പ്രിൻസിപ്പളിൻ്റെ പോസ്റ്റ് കഴിച്ചു വെച്ച് പച്ച മനുഷ്യനായിട്ട് കവാഹിദി മിൻഹും അവരിൽ ഒരാളായി ജീവിച്ച നേതാവ്. അതുകൊണ്ടാണ് ഇഗ്നറൻ്റ് ആയ ആൾ, അപരിചിതരായ ആരെങ്കിലും നാട്ടിൽ നിന്ന് മദീനൻ്റെ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു നാട്ടുകാർ വന്നിട്ട് സ്വഹാബത്തിൻ്റെ കൂട്ടത്തോട് നോക്കിയിട്ട് അവർ ചോദിക്കുന്നത് മമ്മിങ്കും മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ ഒരു നബിയില്ലേ? അവരാരാ? ആ ചോദ്യത്തിലുണ്ട് ആരാണ് നബി. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബി ഉണ്ട്? ആരാ? ജാടകളില്ല, പട്ടുമെത്തകളില്ല, ഈന്തപ്പനോലൻ്റെ മേലെ കടന്ന നബി, ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗത്തും അടയാളങ്ങൾ വന്ന നബി. കുറേ രാജാക്കന്മാരെ കണ്ട് പേടിച്ച ഒരാൾ മക്കം ഫത്തഹിൻ്റെ അന്ന് വന്നിട്ട് നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ വിറക്കുമ്പോൾ എന്നെ കാണുമ്പോൾ പേടിക്കാനോ? ലസ്തു ബിമലിക്കിൻ, ഞാനൊരു രാജാവൊന്നുമില്ല, ഞാൻ ഉണക്കം റൊട്ടി തിന്നിട്ട് ജീവിച്ചൊരു പാവം ആമിന ബീവി എന്ന പെണ്ണിൻ്റെ മോനാ. എന്തിനാ എന്നെ കാണുമ്പോൾ പാടുന്നത്? എന്തിനാ പേടിക്കണത്? എങ്ങനെയാണ് നബി തങ്ങളൊന്ന് പരിചയപ്പെടലെന്നറിയോ? തങ്ങളെങ്ങനെയാ പരിചയപ്പെടുത്തുന്നറിയോ? എന്താ തങ്ങളെന്താ നിലത്തിരിക്കണത്? അജിലുസുഖമായി അജിലുസുൽ അബ്ദു, ഞാനൊരു അടിമ ഇരിക്കുന്ന പോലെ ഇരുന്നോളാം. തങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണത്? അജിലുസുഖമായി അജിലുസുൽ അബ്ദു, തങ്ങളെന്താ ഇങ്ങനെ തിന്നുന്നത്? ഒന്ന് മേലെ കയറി, വേണ്ട, ആ കുലുക്കമായി കുലുൽ അബ്ദു, ഒരടിമ തിന്നുന്ന പോലെ തിന്നോളാം. തങ്ങളൊന്ന് പരിചയപ്പെട്ടാൽ ഇന്നമാന അബ്ദുൻ, ഞാനൊരടിമയാണ്. ഒരു മലക്ക് വന്നിട്ട് ചോദിച്ചു, രാജാവാകുന്ന നബിയാകുന്നോ അല്ല അടിമയാകുന്ന നബിയാകുന്നോ? രണ്ടാമത്തെ മതി, അടിമയാകുന്ന നബിയാകുന്ന. എൻ്റെ തങ്ങൾക്ക് അതാണല്ലോ ഇഷ്ടം. അത്